നമസ്കാരം. ശ്ലോകാർദ്ധേന പ്രവിക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിഃ പരോപകാര പുണ്യായ പാപായ പരപീഡനം. കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള വിഷയത്തെ ഒരൊറ്റ ശ്ലോകത്തിൻ്റെ പകുതി കൊണ്ട് ഇപ്രകാരം പറയാം. എന്താണ്? പരോപകാര പുണ്യായ പാപായ പരപീഡനം. പരോപകാരം പുണ്യവും പരപീഡനം പാപവുമാണ്. ഇവിടെ പറയുന്ന കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന അതിൽ പ്രതിപാദിച്ചിട്ടുള്ള യഥാർത്ഥ വിഷയം, അതിൻ്റെ മൂല്യം എന്നൊന്ന് ചോദിച്ചാൽ, നമ്മൾ ഗ്രന്ഥങ്ങൾ വായിക്കും, പക്ഷേ കോടിക്കണക്കിന് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഒരു മൂല്യം എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ: പരോപകാരം പുണ്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങൾ പുണ്യപ്രദവും അതേപോലെ പരപീഡനം പാപകരവുമാണ്. മറ്റൊരാൾക്ക് ചെയ്യുന്ന ഉപദ്രവം പാപമാണ്. അങ്ങനെ പരോപകാരം പുണ്യവും പാപം പരപീഡനവും ആണ് എന്നിവിടെ സൂചിപ്പിക്കുന്ന ഒരു സുഭാഷിതമാണ്. നമസ്തേ.